Meaning of political science. What do you mean by political science? എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? പൊളിറ്റിക്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിൽ ഓർക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? സ്വാഭാവികമായിട്ടും നമുക്ക് ഓർമ്മ വരിക നമ്മുടെ വാർഡ് മെമ്പർമാരെ, നമ്മുടെ പഞ്ചായത്തിനെ, നിയമസഭയെ, പാർലമെൻറ്റിനെ, തെരഞ്ഞെടുപ്പുകളെ, റാലികളെ, സമരങ്ങളെ, മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രിയെ, അങ്ങനെ തുടങ്ങിയിട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരിക. ഇതൊക്കെ തന്നെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പൊളിറ്റിക്സ്, ആദ്യമായിട്ട് നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നോക്കാം, പിന്നെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നോക്കാം. പൊളിറ്റിക്സ് എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ ഭരണം, അധികാരം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയെ രാഷ്ട്രീയം, പൊളിറ്റിക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. അധികാര മത്സരങ്ങൾ, നയങ്ങളുടെ രൂപീകരണവും നടപ്പാക്കലും, രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കുള്ളിലെ സംഘർഷങ്ങൾ, അത് പരിഹരിക്കൽ എന്നിവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. അധികാരത്തിൻ്റെ വിനിയോഗവും വിഭവങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട മനുഷ്യ ഇടപെടലുകളുടെ വിശാലമായ പ്രവർത്തനം ഉൾക്കൊള്ളുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് രണ്ട് വാക്കാണ്, പൊളിറ്റിക്കൽ പ്ലസ് സയൻസ്. പൊളിറ്റിക്കൽ എന്താണെന്ന് നമ്മൾ വിശദമായി പറയുകയുണ്ടായി. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന പഠന രീതിയെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു അക്കാദമിക് പഠന മേഖലയെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ വ്യവസ്ഥകൾ, രാഷ്ട്രീയ പെരുമാറ്റങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, നയങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും ഗവേഷണ രീതികൾ, സിദ്ധാന്തങ്ങൾ, രീതിശാസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ പ്രക്രിയകളുടെ ഘടനാപരവും വസ്തുനിഷ്ഠവുമായ പരിശോധന നൽകാൻ ശ്രമിക്കുന്നു. വസ്തുനിഷ്ഠവും ഘടനാപരവുമായ പരിശോധന, വളരെ ശാസ്ത്രീയമായ സയൻറ്റിഫിക്കായ പരിശോധന നടത്താൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയ സംഭവങ്ങൾ എങ്ങനെ, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ പൊളിറ്റിക്കൽ സയൻസ് ശ്രമിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസിൽ താരതമ്യ രാഷ്ട്രീയം ഉണ്ടാവും, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഉണ്ടാവും, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ടാവും, രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുണ്ടാവും, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പൊതുഭരണ സംവിധാനങ്ങളുണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ട് പല മേഖലകളായിട്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഇനിയുള്ള സെമസ്റ്ററുകളിൽ ഇതിൻ്റെ ഒരുപാട് ഉപവിഭാഗങ്ങളെ, ഉപമേഖലകളെ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായ പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ രാഷ്ട്രീയമെന്നത് ഭരണത്തിൻ്റെയും അധികാര ചലനാത്മകതയുടെയും യഥാർത്ഥ ലോക സമ്പ്രദായമാണ്. അതേസമയം പൊളിറ്റിക്കൽ സയൻസ് എന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയ ഘടനകളെയും കുറിച്ചുള്ള പണ്ഡിതോചിതമായ പഠനവും വിശകലനവുമാണ്. രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ളതും വസ്തുനിഷ്ഠമായതും കൂടുതൽ ചിട്ടയായതുമായ ധാരണ നൽകാൻ പൊളിറ്റിക്കൽ സയൻസ് പഠനം കൊണ്ട് സഹായിക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്ന് നിങ്ങൾക്ക്, അതിൻ്റെ മീനിങ് എന്താണെന്ന്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്, അതിൻ്റെ ഒറിജിനെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ഈ വിജ്ഞാനശാഖ ഉണ്ടായത്, ഈ ജ്ഞാനശാഖ ഉണ്ടായത് എന്നാണ് നമ്മൾ നോക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഒരു അക്കാദമിക് മേഖലയായി ഉത്ഭവിച്ചത്
BC 5-ാം നൂറ്റാണ്ടിൽ പുരാതന ഗ്രീസിലാണ്. പുരാതന ഗ്രീസ് നിരവധി സിറ്റി സ്റ്റേറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമായിരുന്നു. നിരവധി സിറ്റി സ്റ്റേറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പുരാതന ഗ്രീസ് എന്ന് പറയുന്നത്. ഏഥൻസ്, സ്പാർട്ട, തീബസ്, മിലേറ്റസ്, സിറാക്കൂസ്, മെഗാര, കൊരിന്ത് തുടങ്ങിയ ഈ സിറ്റി സ്റ്റേറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സിറ്റി സ്റ്റേറ്റുകൾക്ക്, നഗരരാഷ്ട്രങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റേതായ ഭരണകൂടവും അതിൻ്റേതായ ഭരണ സംവിധാനവും അതിൻ്റേതായ സംസ്കാരവും ജീവിത രീതിയും ഉണ്ടായിരുന്നു. ഏഥൻസിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഏഥൻസ് ജനാധിപത്യത്തിൻ്റെ ജന്മസ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജനാധിപത്യ ഗവൺമെൻറ് ഉത്ഭവിക്കുന്നത് തന്നെ ഏഥൻസിലാണ്. ഏഥൻസ് എന്ന സിറ്റി സ്റ്റേറ്റിലാണെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ പൗരാണിക ഗ്രീസിലെ ഈ നഗരരാഷ്ട്രങ്ങളെപ്പറ്റിയുള്ള, അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെപ്പറ്റിയുള്ള പഠനമായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന വാക്ക് സിറ്റി സ്റ്റേറ്റ് എന്ന അർത്ഥം വരുന്ന പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് പോലും ഉരുത്തിരിഞ്ഞു വരുന്നത്. പുരാതന ഗ്രീസിൽ പോളിസ് എന്ന ആശയം ഭരണത്തെയും പൗരജീവിതത്തെയും കുറിച്ചുള്ള അവരുടെ ധാരണയുടെ കേന്ദ്രമായിരുന്നു. അങ്ങനെ ഈ പോളിസ് എന്ന ഈ അർത്ഥം വരുന്ന ഗ്രീസ് വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന ഈ പദം തന്നെ ഉണ്ടായി വന്നത്. അങ്ങനെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന പഠനശാഖ ഈ സിറ്റി സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളെയും ഭരണത്തെയും കുറിച്ചുള്ള പഠനമായിട്ട് ഈ പുരാതന ഗ്രീസിൽ ഉയർന്നു വന്നു. മാത്രമല്ല, പൊളിറ്റിക്കൽ സയൻസ് ഒരു അക്കാദമിക് മേഖലയായി ഉത്ഭവിക്കുന്നതിൽ അക്കാലത്തെ ചിന്തകർക്കും വലിയ പങ്കുണ്ടായിരുന്നു. പുരാതന ഗ്രീക്ക് തത്വചിന്തകരായ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും പൊളിറ്റിക്കൽ സയൻസിൽ കാര്യമായ സംഭാവന നൽകിയ വ്യക്തികളാണ്. പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കും അരിസ്റ്റോട്ടിലിൻ്റെ പൊളിറ്റിക്സും, ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ്, രാഷ്ട്രീയ പഠനത്തിലെ പൊളിറ്റിക്കൽ സയൻസിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി മാറുകയുണ്ടായി. ഇതിലൂടെ രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും ചിട്ടയായ പഠനം, വസ്തുനിഷ്ഠമായ പഠനമായി പൊളിറ്റിക്കൽ സയൻസിൽ ഈ ഗ്രന്ഥങ്ങൾ ഉയർന്നു വന്നു. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായി അരിസ്റ്റോട്ടിൽ മാറുകയുണ്ടായി. രാഷ്ട്രീയം, പൊളിറ്റിക്സ് എന്ന വാക്ക് തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്, അക്കാദമിക്കായിട്ട് ഉപയോഗിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. ആദ്യകാല ഗ്രീക്ക് ചിന്തകരും അവരുടെ കൃതികളും പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിന് ദാർശനികവും ഭൗതികവുമായ അടിത്തറവാകി. കാലക്രമേണ ഈ ആശയങ്ങൾ വികസിച്ചു. രാഷ്ട്രീയ വ്യവസ്ഥകൾ, പെരുമാറ്റങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, നയവിശകലനങ്ങൾ എന്നിവയുടെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ പൊളിറ്റിക്കൽ സയൻസ് മേഖല വികസിച്ചുകൊണ്ടേയിരുന്നു. പുരാതന ഗ്രീസിൽ ആരംഭിച്ച് പൊളിറ്റിക്കൽ സയൻസ് ലോകമെമ്പാടും പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്ത് ഒരു സമഗ്രമായ അക്കാദമിക് വിഭാഗമായിട്ട് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡെഫിനിഷൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. വ്യത്യസ്ത ചിന്തകർക്ക് വ്യത്യസ്ത നിർവചനങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിനെ പറ്റിയുള്ളത്. കാരണം അവർക്ക് അവരുടേതായ ചിന്തയുടെ ഊന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അഭിപ്രായം പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് രൂപം കൊണ്ട ആദ്യകാലങ്ങളിൽ നിന്ന് ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കൺസെപ്റ്റിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ നിർവചനങ്ങളെ രണ്ട് തരമാക്കിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തിരിച്ചിരിക്കുന്നത്. ഒന്ന് ട്രഡീഷണൽ കാഴ്ചപ്പാടും മറ്റൊന്ന് മോഡേൺ കാഴ്ചപ്പാടും. പരമ്പരാഗത കാഴ്ചപ്പാടും മറ്റൊന്ന് ആധുനികമായ കാഴ്ചപ്പാടും. ഇങ്ങനെ രണ്ട് തരത്തിലാക്കിയിട്ടാണ് ചിന്തകന്മാർ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് പറഞ്ഞതിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ രണ്ടിൻ്റെയും സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പരമ്പരാഗത കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ രാഷ്ട്രീയ ചിന്തകന്മാരുടെ ഡെഫിനിഷൻസാണ്. ആദ്യമായിട്ട് നമ്മൾ അരിസ്റ്റോട്ടിൽ, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസായ അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായമാണ് നോക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ആസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. രാഷ്ട്രത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്.
അതേപോലെ ഗാർണർ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ബീയിങ് ആൻഡ് എൻഡ് വിത്ത് ദ സ്റ്റേറ്റ്. പൊളിറ്റിക്കൽ സയൻസ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും രാഷ്ട്രത്തിൽ നിന്നാണ്, സ്റ്റേറ്റിൽ നിന്നാണ് എന്നാണ് ഗാർണർ പറയുന്നത്. ലീകോക്ക് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഡീൽ വിത്ത് ദ ഗവൺമെൻറ്. പൊളിറ്റിക്കൽ സയൻസ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ മാത്രം ഇടപെടുന്നു എന്നാണ് ലീകോക്ക് പറയുന്നത്. ഗിൽക്രിസ്റ്റ് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഡീൽ വിത്ത് ജനറൽ പ്രോബ്ലംസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. രാഷ്ട്രത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പൊതുവായ പ്രശ്നങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഗിൽക്രിസ്റ്റ് പറയുന്നത്. നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഈ പരമ്പരാഗത വീക്ഷണം നോക്കുമ്പോൾ അതിനൊരേ പാറ്റേൺ നമുക്ക് കാണാം. പാറ്റേൺ എന്താണ്? പലപ്പോഴും ഔപചാരിക രാഷ്ട്രീയ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ ഘടനകളെയും കുറിച്ചുള്ള പഠനത്തിനാണ് ഈ പരമ്പരാഗത വീക്ഷണം ഊന്നൽ നൽകുന്നത്. ഗവൺമെൻറ് സംവിധാനങ്ങൾ, ഭരണഘടനകൾ, സ്റ്റേറ്റ് എന്നിവയുടെ വിശകലനത്തിനാണ് പ്രധാനമായിട്ടും ഈ വീക്ഷണം, പരമ്പരാഗത വീക്ഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് തുടങ്ങിയ ക്ലാസിക്കൽ രാഷ്ട്രീയ ചിന്തകന്മാരുടെ അഭിപ്രായത്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത് എന്നതാണ് ഈ പരമ്പരാഗത വീക്ഷണത്തിൻ്റെ പ്രത്യേകത. രാഷ്ട്രീയ വ്യവസ്ഥകൾ എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം നൽകാൻ ശ്രമിക്കുന്ന പരമ്പരാഗത വീക്ഷണം കൂടുതലും മാനദണ്ഡപരവും നിർദ്ദേശപരവുമായിരിക്കും. ഈ രാഷ്ട്രീയ വ്യവസ്ഥകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള കുറേ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളുമാണുള്ളത്. ഏതായാലും ഈ പരമ്പരാഗത വീക്ഷണം രാഷ്ട്രത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പഠനം എന്ന നിലയിലാണ് പ്രധാനമായിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ്, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇതിനാണ് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇതാണ് ഈ പരമ്പരാഗത കാഴ്ചപ്പാടിൻ്റെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള അവരുടെ നിലപാടെന്ന് പറയുന്നത്. അതേസമയത്ത് മോഡേൺ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പല ചിന്തകന്മാരും കുറച്ചും കൂടി വിശാലമായിട്ടാണ് പൊളിറ്റിക്കൽ സയൻസിനെ കാണുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സയൻസ് ഓഫ് പവർ. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പവറിൻ്റെ, അധികാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്നാണ് കാറ്റ്ലിൻ പറയുന്നത്. അതേപോലെ പൊളിറ്റിക്കൽ സയൻസ് ആസ് ദ സ്റ്റഡി ഓഫ് ഷെയറിങ് ആൻഡ് ഷേപ്പിംഗ് ഓഫ് പവർ, അതാണ് ലാസ്വെൽ ആൻഡ് കപ്ലാൻ പറയുന്നത്. ഇങ്ങനെ പൊളിറ്റിക്കൽ സയൻസ് എന്നത് അധികാരം പങ്കിടുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമുള്ള പഠനമാണ് എന്നാണ്. മറ്റൊരഭിപ്രായം പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ. സ്വാധീനത്തെയും സ്വാധീനമുള്ളവരെയും കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ഹറോൾഡ് ലാസ്വെല്ലൊക്കെ പറയുന്നത്. ഡേവിഡ് ഈസ്റ്റൻ്റെതാണ് പൊളിറ്റിക്കൽ സയൻസിലെ എക്കാലത്തെയും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ. പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഡേവിഡ് ഈസ്റ്റൻ്റെതാണ്. പൊളിറ്റിക്കൽ സയൻസ് ഡീൽ വിത്ത് ദ അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് ഇൻ എ സൊസൈറ്റി. അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് ഇൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിലെ മൂല്യങ്ങളുടെ ആധികാരികമായ വിന്യാസത്തെയാണ് പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് ഡീൽ വിത്ത് പവർ, റൂൾ ആൻഡ് അതോറിറ്റി. പവറിനെക്കുറിച്ചും റൂളിനെക്കുറിച്ചും അതോറിറ്റിയെക്കുറിച്ചുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് റോബർട്ട് ദാൾ പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആധുനിക വീക്ഷണം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനത്തിന് വിശാലവും കൂടുതൽ അനുഭവപരവുമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ സ്വഭാവം, അന്തർദേശീയ ബന്ധങ്ങൾ, പൊതുനയം, സാമ്പത്തിക ശാസ്ത്രം, സംസ്കാരം, സാങ്കേതികവിദ്യ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയാണ് ഈ ആധുനിക വീക്ഷണം വിശകലന വിധേയമാക്കുന്നത്. സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആധുനിക വീക്ഷണം രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ കൂടുതൽ ശാസ്ത്രീയവും മൂല്യവത്തുമായ രീതിയിൽ വിവരിക്കാനും വിശദീകരിക്കാനും ശ്രമിക്കുന്നു. ആധുനിക കാലത്തെ രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ കേന്ദ്ര വിഷയമെന്ന് പറയുന്നത് പവറാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയമെന്നാൽ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ട് പറയുന്നത്. ഇറ്റാലിയൻ രാഷ്ട്രീയ ചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ് തൻ്റെ പ്രിൻസ് എന്ന പുസ്തകത്തിലാണ് പവർ എന്ന ആശയം പൊളിറ്റിക്കൽ സയൻസിൽ ആദ്യമായിട്ട് സംഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ആധുനിക പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായിട്ട് മാക്കിയവെല്ലിയെ പറയുന്നത്. അപ്പോൾ ആധുനിക വീക്ഷണം
സമകാലിക രാഷ്ട്രീയ വെല്ലുവിളികളുടെയും സങ്കീർണതകളെയും അഭിമുഖീകരിക്കുന്നതിനുള്ള പുതിയ രീതിശാസ്ത്രങ്ങളും സമീപനങ്ങളും ഉൾക്കൊള്ളുന്നതാക്കി പൊളിറ്റിക്കൽ സയൻസിനെ മാറ്റിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക വീക്ഷണപ്രകാരം സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും മനുഷ്യരുടെ സ്വഭാവം, മനുഷ്യരുടെ സംസ്കാരം, മനുഷ്യരുടെ സാമൂഹ്യ ബന്ധങ്ങൾ ഇതെല്ലാം പഠിക്കുന്ന രീതിയിലേക്ക് അധികാരം എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാടും കൂടി വരികയും ചെയ്യുന്നതോടുകൂടിയാണ് ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് പൊളിറ്റിക്കൽ സയൻസ് മാറുകയുണ്ടായി. അതല്ലാതെ വെറും ഗവൺമെൻറ്റിനെ കുറിച്ചോ വെറും സ്റ്റേറ്റിനെ കുറിച്ചോ മാത്രമുള്ള പഠനത്തിൽ, അങ്ങനെ സ്റ്റേറ്റിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചുള്ള മാത്രം പഠനത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിലേക്ക് വരികയാണ് ആധുനിക വീക്ഷണപ്രകാരം. അപ്പോൾ ഈ രണ്ട് തരം അഭിപ്രായവും രണ്ട് തരം ഡെഫിനിഷൻസും ഉണ്ട്. ഏതായാലും ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് വളരെ വിശാലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്വഭാവവും അതിൻ്റെ പഠനത്തിൻ്റെ വ്യാപ്തിയും. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൻ്റെ നേച്ചർ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന ജ്ഞാനശാഖയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദ നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്കോപ്പ് കൂടി അനലൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പാണ് നമ്മൾ നോക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്നത് രാഷ്ട്രീയത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും പരിവേഷണം ചെയ്യുന്ന ഒരു ബഹുമുഖമായ ജ്ഞാനശാഖയാണ്. രാഷ്ട്രത്തിൻ്റെ ഘടന, ഗവൺമെൻറ്റുകൾ, രാഷ്ട്രീയ പെരുമാറ്റങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പൊതുനയങ്ങൾ, സമൂഹത്തിൽ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ സ്വാധീനം എന്നിവയെക്കുറിച്ചുള്ള പഠനമുൾപ്പെടെ വലിയ വിശാലമായ സ്പെക്ട്രം ഉൾക്കൊള്ളുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ജ്ഞാനശാഖ. പൊളിറ്റിക്കൽ സയൻസ് ശാസ്ത്രീയമായും വസ്തുനിഷ്ഠമായും പഠിക്കുന്ന ഒരു അക്കാദമിക് ഡിസിപ്ലിനാണ്. ഈ ജ്ഞാനശാഖ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും അഭിസംബോധന ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സമഗ്രമായ പഠന മേഖലയാണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്വഭാവവും അതിൻ്റെ വ്യാപ്തിയും വളരെ വിശദമായി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത്, എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാവുന്നത്, അതിൻ്റെ പഠനത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. രാഷ്ട്രത്തെയും ഗവൺമെൻറ്റിനെയും കുറിച്ചുള്ള പഠനം. രാഷ്ട്രത്തെയും ഗവൺമെൻറ്റിനെയും കുറിച്ചുള്ള പഠനം പൊളിറ്റിക്കൽ സയൻസിലെ വളരെ നിർണായകമായ പഠന മേഖലയാണ്. രാഷ്ട്രത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഘടന, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ചലനാത്മകത എന്നിവ മനസ്സിലാക്കുന്നതിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനം വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങൾ, പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന്, ഗവൺമെൻറ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്, സമൂഹത്തിൽ ഈ ഗവൺമെൻറ്റുകൾ വഹിക്കുന്ന പങ്ക് എന്താണ് എന്നൊക്കെ വളരെ വിശദമായി പൊളിറ്റിക്കൽ സയൻസ് പരിശോധിക്കുന്നു. ലോകത്ത് പലതരത്തിലുള്ള ഗവൺമെൻറ്റുകളുണ്ട്, പലതരത്തിലുള്ള രാഷ്ട്രങ്ങളുണ്ട്. അങ്ങനെ ആ രാഷ്ട്രങ്ങളിലെ ഗവൺമെൻറ്റുകൾ, ആ രാഷ്ട്രങ്ങളുടെ സംവിധാനങ്ങൾ, അവിടെയുള്ള ഘടനകൾ, ഇതെല്ലാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ വരുന്നു. അതുപോലെ ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ പ്രോസസ്സ്, രാഷ്ട്രീയ പ്രക്രിയയുടെ പഠനം. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞു, ഗവൺമെൻറ്റിനെ കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ടു സ്റ്റഡി ദ പൊളിറ്റിക്കൽ പ്രോസസ്സ്, രാഷ്ട്രീയ പ്രക്രിയയുടെ പ്രോസസ്സിനെ കുറിച്ചുള്ള പഠനം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം. ഒരു രാജ്യത്തെ ഗവൺമെൻറ്റുകളെ ചലിപ്പിക്കണമെങ്കിൽ അതൊരു ജനാധിപത്യ ക്രമമാണെങ്കിൽ അവിടെ പാർട്ടികളുണ്ടാവും, ആ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുണ്ടാവും, അവരുടെ നയങ്ങളുണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവും. അങ്ങനെ ഓരോ രാജ്യത്തും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുണ്ടായിരിക്കും. ആ പ്രവർത്തനങ്ങളെ, അതത് രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഇതെല്ലാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ വരുന്നുണ്ട്. ഒരു രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം വരുന്നു. മറ്റൊന്ന് ടു സ്റ്റഡി ദ പവർ ആൻഡ് അതോറിറ്റി ഇൻ സൊസൈറ്റി,
സമൂഹത്തിലെ അധികാരത്തെയും ആ സമൂഹത്തിലെ അതോറിറ്റിയെയും കുറിച്ചുള്ള പഠനം. പൊളിറ്റിക്കൽ സയൻസ് സമൂഹത്തിലെ അധികാരത്തിൻ്റെയും അതോറിറ്റിയുടെയും ഉറവിടങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്നു. അധികാരം എങ്ങനെ നേടുന്നു, ആ അധികാരത്തിലൂടെ അധികാരമുള്ള അതോറിറ്റി എങ്ങനെ ആ അധികാരത്തെ പ്രയോഗിക്കുന്നു, രാഷ്ട്രീയ തീരുമാനങ്ങളിലും നയങ്ങളിലും അധികാരത്തിൻ്റെ ചലനാത്മകത എങ്ങനെ സ്വാധീനിക്കും തുടങ്ങിയ കാര്യങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സമൂഹത്തിലെ അധികാര സംവിധാനങ്ങളെക്കുറിച്ച്, ആ അധികാര സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ അതോറിറ്റിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠന മേഖലയിൽ വരുന്നു. അതുപോലെ ടു സ്റ്റഡി ദ ഇൻ്റർനാഷണൽ റിലേഷൻ, അന്താരാഷ്ട്ര ബന്ധങ്ങളെപ്പറ്റി, അന്താരാഷ്ട്ര സംഘടനകളെപ്പറ്റി, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ വരുന്നു. രാജ്യങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് എങ്ങനെ ഇടപെടുന്നു എന്ന് പൊളിറ്റിക്കൽ സയൻസ് പരിശോധിക്കുന്നു. അന്താരാഷ്ട്ര നയതന്ത്രം, അന്താരാഷ്ട്ര രംഗത്തെ സംഘടനകൾ, ആഗോള സമാധാനം, ആഗോള ഭരണം, ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ വരുന്ന വളരെ വിപുലമായ ഒരു ഭാഗമാണ്. മറ്റൊന്ന് ടു സ്റ്റഡി ദ പൊളിറ്റിക്കൽ തോട്ട്, പൊളിറ്റിക്കൽ ചിന്തയെ, രാഷ്ട്രീയ ചിന്തകളെ പറ്റിയുള്ള പഠനം പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ, രാഷ്ട്രീയ തത്വചിന്തകൾ, സൈദ്ധാന്തിക ചട്ടക്കൂടുകൾ എന്നിവയുടെ മേഖലയിലേക്ക് പൊളിറ്റിക്കൽ സയൻസ് കടന്നു ചെല്ലുന്നുണ്ട്. ചരിത്രത്തിലുടനീളം രാഷ്ട്രീയ ചിന്തയുടെ വികാസത്തെയും അത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയ തീരുമാനങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പൊളിറ്റിക്കൽ സയൻസ് വിലയിരുത്തുന്നു. അരിസ്റ്റോട്ടിൽ മുതൽ പ്ലാറ്റോ, സോക്രട്ടീസ്, ഹോബ്സ്, ലോക്ക്, റൂസോ തുടങ്ങിയ ആധുനിക ചിന്തകർ വരെയുള്ള വലിയ സമകാലിക രംഗത്തെ ചിന്തകർ വരെ അങ്ങനെയുള്ള വലിയ ചിന്തകരുടെ ചിന്തകളെപ്പറ്റി പഠിക്കുന്നു. ആ ചിന്തകൾ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇടപെടുന്നത്, അവരുടെ ചിന്തകൾ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നു. പൊളിറ്റിക്കൽ തോട്ടിനെക്കുറിച്ച് പഠിക്കുന്നു. അതുപോലെ ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചറാണ് പൊളിറ്റിക്കൽ സയൻസിനുള്ളത്. അത് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സ്വഭാവമുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് മാത്രമായിട്ടല്ല സമകാലിക ലോകത്ത് നിലനിൽക്കുന്നത്. അതിനൊരു ഇൻ്റർ ഡിസിപ്ലിനറി സ്വഭാവമുണ്ട്. അതായത് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ച് സമഗ്രമായ ധാരണ നേടുന്നതിന് ചരിത്രത്തിൽ നിന്ന്, ഹിസ്റ്ററിയിൽ നിന്ന്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന്, സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്ന്, മനഃശാസ്ത്രത്തിൽ, സൈക്കോളജിയിൽ നിന്ന്, ആന്ത്രപ്പോളജിയിൽ നിന്ന്, ഇങ്ങനെയുള്ള വിവിധ അക്കാദമിക് ഡിസിപ്ലിനുകളിൽ നിന്ന് അറിവുകൾ കണ്ടെത്തുകയും അറിവുകൾ നേടുകയും അത് പൊളിറ്റിക്കൽ സയൻസിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇൻ്റർ ഡിസിപ്ലിനറി സ്വഭാവം അതിനെ രാഷ്ട്രീയത്തിൻ്റെ ബഹുമുഖ വശങ്ങൾ മനസ്സിലാക്കുന്നതിനും സങ്കീർണമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രക്രിയയെ തിരിച്ചറിയുന്നതിനും സഹായിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ് വെറും പൊളിറ്റിക്കൽ സയൻസ് മാത്രമായി നിൽക്കാതെ അത് എക്കണോമിക്സിൽ നിന്ന്, സോഷ്യോളജിയിൽ നിന്ന്, ഹിസ്റ്ററിയിൽ നിന്ന്, സൈക്കോളജിയിൽ നിന്ന്, അതേപോലെ ആന്ത്രപ്പോളജിയിൽ നിന്ന്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു ഡിസിപ്ലിനുകളുമായിട്ട് ചേർന്നുകൊണ്ട് കൊണ്ടും കൊടുത്തും ചെയ്തുകൊണ്ട് സാമൂഹ്യ പ്രക്രിയയെക്കുറിച്ച്, രാഷ്ട്രീയ മനോഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചർ പൊളിറ്റിക്കൽ സയൻസിനുണ്ട്. അതും ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ടു സ്റ്റഡി ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം പഠിക്കുന്നു പൊളിറ്റിക്കൽ സയൻസിൽ. വ്യക്തികളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെ പൊളിറ്റിക്കൽ സയൻസ് കൃത്യമായിട്ട് പരിവേഷണം ചെയ്യുന്നു. രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധികാരവും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആലോചനയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. മറ്റൊന്ന് അവകാശങ്ങളെയും കടമകളെയും കുറിച്ചുള്ള അവബോധമാണ്. പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ ഫലങ്ങളിലൊന്ന്, റിസൾട്ടുകളിലൊന്ന് പൗരൻ എന്ന നിലയിലുള്ള വ്യക്തികളുടെ അവകാശങ്ങളെയും വ്യക്തികളുടെ കടമകളെയും കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുന്നു എന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠന മേഖലയുടെ ഭാഗമാണ്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ വ്യക്തികളുടെ പങ്കും വ്യക്തികൾക്കുള്ള അവകാശങ്ങളും മനസ്സിലാക്കാൻ അത് ഈ പഠിതാക്കളെ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠിതാക്കളെ സഹായിക്കുന്നു. മറ്റൊന്ന് ഡൈനാമിക് നേച്ചറാണ്.
പൊളിറ്റിക്കൽ സയൻസിന് ഒരു ഡൈനാമിക് നേച്ചറുണ്ട്. സമൂഹങ്ങൾ മാറുകയും അറിവ് വളരുകയും ചെയ്യുന്നതിനനുസരിച്ച് പരിണമിക്കുന്ന വളരെ ചലനാത്മകമായ മേഖലയാണ് പൊളിറ്റിക്കൽ സയൻസ്. അത് പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയും രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ മനസ്സിലാക്കാൻ തുടർച്ചയായിട്ട് ഗവേഷണം നടത്തുകയും അതിൽ പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതല്ലാതെ ഇവിടെ നിലനിൽക്കുന്ന അറിവ് മാത്രം നിർത്തിക്കൊണ്ട് ഇനിയൊരു അറിവും പൊളിറ്റിക്കൽ സയൻസിലേക്ക് കടക്കണ്ട എന്നല്ല. പൊളിറ്റിക്കൽ സയൻസിൽ ദൈനംദിനം പുതിയ കാര്യങ്ങളെക്കുറിച്ച്, പുതിയ ലോകക്രമങ്ങളെക്കുറിച്ച്, മാറുന്ന ലോക സാഹചര്യങ്ങളെക്കുറിച്ച് നിരന്തരം ഗവേഷണങ്ങൾ നടത്തുകയും പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ചലനാത്മകമായ സ്വഭാവം നിലനിർത്തുന്ന ഡിസിപ്ലിനാണ്. ഇത്രയുമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ നേച്ചറിനെ കുറിച്ച്, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ സ്കോപ്പിനെക്കുറിച്ചും അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും നമുക്ക് പറയാനുള്ളത്. ഇത് വളരെ വിപുലമായ, വളരെ ബഹുമുഖമായ ഒരു ഡിസിപ്ലിനാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയം മുതൽ ഓരോ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള, പൊതുഭരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ, വളരെ വിശാലമായ സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ്. നമുക്ക് ഇനിയുള്ള സെമസ്റ്ററുകളിൽ ഓരോ പേപ്പറും വ്യത്യസ്തമായ പേപ്പറുകളായിട്ട് പഠിക്കാനുണ്ട്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ട്, അതുപോലെ റിസർച്ച് മെത്തഡോളജി ഉണ്ട്, അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട നിരവധി പേപ്പറുകൾ നമുക്ക് BA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വിപുലമായ ഏരിയ കവർ ചെയ്യുന്ന ഒരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ഒരു ഡിസിപ്ലിൻ, ജ്ഞാനശാഖ എന്ന് പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഭാഗത്ത് നിന്ന് പലപ്പോഴായിട്ട് ചോദ്യം വരുന്ന ഭാഗമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ മീനിങ്, നേച്ചർ, സ്കോപ്പ്, ഡെഫിനിഷനൊക്കെ ഒന്നായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സ്കോപ്പ് ആൻഡ് നേച്ചർ ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ചോദിക്കാം. അങ്ങനെ ഏതും ചോദിക്കാം ഈ ഭാഗത്ത് നിന്ന്. ഏതായാലും ഈ ആദ്യത്തെ 3 വീഡിയോയും മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഡെഫിനിഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, സ്കോപ്പ് ആൻഡ് നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഇതെല്ലാം ഒരൊറ്റ ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം, ഓരോ ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. 1ാമത്തെ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക.